ഇന്നലത്തേൻ്റെ ബാക്കി പരിപാടിയാണ്. ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റിങ്ങിന് വേണ്ടി ചീക്കു വരുന്നുണ്ട്. എന്താ ഒരു ഉത്തരവാദിത്തം അവൾക്ക്. ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയ കാക്കപ്പൂവാണ്. ഇത് ഒറ്റ ഒരു പ്ലാന്റ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പൂക്കളിടുന്ന ചെടികൾ ഇന്ന് നമുക്കൊരു വീക്ക്നെസ് ആണല്ലോ. ഒറ്റയ്ക്ക് അവിടെ നിർത്തിയിട്ട് പോലെ എനിക്ക് തോന്നിയില്ല. ഞാനങ്ങ് കൂടെ കൂട്ടി. റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പൂക്കളുണ്ടെങ്കിൽ മുറിച്ച് കളയണമെന്നാണല്ലോ പറയുന്നത്. പക്ഷേ എനിക്കെന്തോ മനസ്സ് വന്നില്ല. അതങ്ങനെ അവിടെ നിൽക്കട്ടെന്ന് വിചാരിച്ച്. നല്ല ഭംഗിയുള്ള പൂക്കൾ. സ്വന്തമായിട്ട് ചെടികൾ നടാൻ തുടങ്ങിയപ്പോൾ മുതലാണ് ഈ പൂക്കളൊക്കെ ചെടിയിൽ നിന്ന് പറിക്കുന്നത് നിർത്തിയത്. അതങ്ങനെ ആ ചെടിയിൽ നിൽക്കുന്നതാണല്ലോ അതിൻ്റെ ഭംഗി. ഇപ്പം ഞാൻ നടുന്ന വെങ്കയുടെ തണ്ടുകൾ എനിക്ക് പള്ളിയിൽ നിന്ന് കിട്ടിയതാണ്. ഇവ വീണ്ടും വന്നു. ഇടയ്ക്കിടയ്ക്ക് എന്തിനിടെ ഇയാളിങ്ങനെ വന്ന് കറങ്ങുന്നത് ഇവിടെ. അങ്ങനെ ഓരോരോ ചെടികളായിട്ട് നട്ട് മാറ്റിക്കൊണ്ടിരിക്കുക. റോസയും നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. കളർ ഏതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവ എന്ത് ഇവിടെ നിന്ന് പോകാൻ ഉദ്ദേശമൊന്നുമില്ല. എന്താടാ നിൻ്റെ പ്രശ്നം? അത് വേണ്ട മാറി നില്ല്. അങ്ങനെ പരിപാടികൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ലക്കി ബാമ്പു എനിക്ക് നേരത്തെ കിട്ടിയതാണ്. ചെറിയ രീതിയിൽ വേരുകളും വന്നിട്ടുണ്ട്. അതുകൂടെ റിപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേ. അങ്ങനെ പരിപാടിയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി കുറച്ച് വെള്ളവും കൂടെ തളിച്ച് നമുക്ക് പരിപാടി അവസാനിപ്പിക്കാവുന്നതാണ്. ഇല്ലില്ല, തീർന്നിട്ടില്ല. പരിപാടി ഇനിയും പെൻഡിങ് ആണ്. അവസാനമായി നമ്മൾ വാങ്ങിയ നീലാംബരയും കൂടെ അത് മണ്ണിൽ നട്ടു കൊടുക്കാം. അതായിരിക്കും നല്ലത്. അതോടുകൂടി നമ്മുടെ പരിപാടി അവസാനിച്ചിരിക്കുന്നു. അപ്പം ശരി, പിന്നെ കാണാം.